ഇന്നലെ ഈവനിങ് വൈകുന്നേരം മുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും എല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോയാണ് ക്യാപ്റ്റനെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രീ വിജയകാന്തിനെ കാണാൻ പോകുന്ന തലപതിയുടെ വിജയുടെ പുറത്തേക്ക് ഒരാൾ ചെരുപ്പ് വെച്ച് എറിയുന്നത്. ആ ചെരുപ്പ് കണ്ടിട്ട് ഗേൾസിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനുള്ള റീസൺ ആർക്കും അറിയത്തില്ല. എന്തുകൊണ്ട് വിജയുടെ മുഖത്തിലേക്ക് ഈ ചെരുപ്പ് എറിഞ്ഞു, അല്ലെങ്കിൽ എന്തിൻ്റെ റീസൺ? ചിലപ്പോൾ വിജയകാന്തിൻ്റെ നല്ലൊരു ഫാനായിരിക്കും, അല്ലെങ്കിൽ വിജയ് വരാനുള്ള താമസം കൊണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഇതുപോലെ ഒന്നും ആരോടും, അല്ലെങ്കിൽ ഒരു സ്റ്റാറിനോടും, അല്ലെങ്കിൽ ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ല. വിജയ് താമസിച്ചതിൻ്റെ റീസൺ നമ്മൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കാരണം ഈ തിരക്ക് മൂലം അവിടെ വരാൻ പറ്റുന്നില്ല. എന്നിട്ട് വിജയ് പലവട്ടം അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് അവിടെ തിരക്കൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ പോകാമായിരുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കവിടെ പോകണം എന്നൊക്കെ വിജയ് അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്ന് തിരക്കൊന്ന് കുറഞ്ഞപ്പോഴേക്കും ഓടിയെത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. വൈകിട്ടായി പോയി. വിജയുടെ ഫേസ് കണ്ടാലും അറിയാം, വളരെ സങ്കടത്തോടെയാണ് വിജയ് ആ വേദിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വിജയകാന്തിനെ കാണാനായിട്ട് വരുന്നത്. കാരണം വിജയുടെ ഫസ്റ്റ് സിനിമ പൊളിഞ്ഞ് പോയ സമയത്ത് വിജയുടെ അച്ഛൻ വിജയകാന്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അതിലൊരു സ്പെഷ്യൽ റോൾ ചെയ്യാമോ എന്ന് ചോദിച്ച് വിജയകാന്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിജയിനെ കൈ പിടിച്ച് കൊണ്ടുവന്ന ആളാണ് വിജയകാന്ത്. സോ ആ ഒരു നന്ദി വിജയ്ക്കുണ്ട്. അതുകൊണ്ടാണ് വിജയ്ക്ക് വന്ന് ഒന്ന് കണ്ട് മനസ്സുകൊണ്ടൊന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ തൻ്റെ ബഹുമാനം അർപ്പിച്ച്, തൻ്റെ സങ്കടം പ്രകടിപ്പിച്ച് അവിടെ നിന്ന് പോകാൻ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരാളാണ് വിജയ്. അതാണ് നമുക്ക് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിജയ് വരുന്നതും കണ്ണീര് ഇങ്ങനെ വന്നില്ലേലും മനസ്സുകൊണ്ട് കരയുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഫേസിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് നമുക്കതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും സങ്കടകരമായ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത്രയും സങ്കടത്തോടെ വരുന്ന തലപതിയുടെ മേത്തേക്ക് ഒരാൾ ചെരുപ്പൊക്കെ വെച്ച് എറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അങ്ങനെ എറിഞ്ഞ ഒരാളെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി എന്തെങ്കിലും ചെയ്യണം. കാരണം ഇതൊന്നും അറിയാതെ തലപതി വരികയും കാണുകയും പോവുകയും ചെയ്യുന്നു. ഇത് വീട്ടിൽ ചെന്ന് ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം കഷ്ടപ്പെടും, അല്ലെങ്കിൽ നൊമ്പരപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.